യൂണിക്കോൺ കോച്ച് വർക്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹേഴ്സ് എന്ന് പറയുന്ന വെഹിക്കിളാണ്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്താണ് ഈ ഹേഴ്സ്? ഹേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡെഡ് ബോഡി ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളാണ്. ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഒരു ലഗേജ് ആണെന്നും ആ ലഗേജ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിളായിട്ടാണ് ഹേഴ്സസിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. അത് ഇപ്പം ഇന്ത്യൻ നിയമപ്രകാരം ആംബുലൻസിൽ നമുക്ക് ഇത് ഡെഡ് ബോഡികൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല. നമുക്കതിന് സെപ്പറേറ്റ് ആയിട്ട് വെഹിക്കിൾസ് ഉണ്ടാകണം എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ വണ്ടി നമ്മൾ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്ലി കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 2023 മുതൽ ഇതിന് ഒരു പ്രത്യേക കളറ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മിൽക്കി വൈറ്റ് ആണ്. മിൽക്കി വൈറ്റ് കളറിൽ ഒരു ബ്ലൂ റിബൺ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. നേവി ബ്ലൂ കളറാണ് അത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്യൂക്കോൺ ലൈറ്റ് നമ്മൾ ടോപ്പിൽ, അത് ബ്ലൂ കളർ ബ്യൂക്കോൺ ലൈറ്റ്. ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ കേരള ഗവൺമെൻറ് ഇപ്പോഴത്തെ ഈ ഹേഴ്സ് വെഹിക്കിൾസിന് തന്നേക്കുന്ന മാനദണ്ഡം. അതുപോലെ തന്നെ പിന്നെ ഹേഴ്സ് എന്ന് ഫ്രണ്ടിൽ ബാക്കിൽ 2 സൈഡിൽ എഴുതുക. ഇതൊക്കെ നമുക്ക് തന്നേക്കുന്ന മാനദണ്ഡമാണ്. അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ഈ വണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ വണ്ടിയും ഞാൻ നേരത്തെ ചെയ്ത ഒരു ഹേഴ്സ് നിങ്ങൾ ഓൾറെഡി എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ആ ഹേഴ്സും തമ്മിലുള്ള വ്യത്യാസം, ആ ഹേഴ്സ് നമ്മൾ മാരുതി കാരിയലാണ് ചെയ്തിരുന്നത്. ഈ ഹേഴ്സ് ചെയ്തേക്കുന്നത് അശോക് ലൈലൻഡിൻ്റെ BadaDost എന്ന് പറയുന്ന വണ്ടിയിലാണ് ചെയ്തേക്കുന്നത്. അത് കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ഇത് ചെയ്തേക്കുന്നത്. എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്തേക്കുന്ന ഫെസിലിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും. അതെൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പിന്നീട് ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് ബോഡി നമ്മൾ വെളിയിലേക്ക് എടുക്കാനായിട്ട് പുള്ളിങ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മാനുവലായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആ ഒരു സംവിധാനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബോഡി വെക്കാനും എടുക്കാനുമുള്ള സംവിധാനമുണ്ട്. പിന്നീട് ലൗഡ് സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിക്ക് ഉള്ള AC സംവിധാനം നമ്മുടെ എഞ്ചിനിൽ നിന്ന് തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. എഞ്ചിൻ റൺ ആകുന്ന സമയത്ത് നമ്മൾ AC-യും വർക്കാകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നല്ലപോലെ സ്പേഷ്യസ് ആണ്. ഇത് നമുക്ക് 6.5 അടിയോളം ഹൈറ്റ് നമുക്ക് അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഒരാൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള ഒരു സംവിധാനം വേണം എന്ന് മണർകാട് പള്ളിയുടെ കമ്മിറ്റിക്കാർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി സജസ്റ്റ് ചെയ്തത്. ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതുകൂടാതെ ആർക്കെങ്കിലും ഈ രീതിയിലുള്ള വണ്ടികൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ പുതിയ ഐഡിയയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.